ഈ QR കോഡ് സ്കാൻ ചെയ്യുന്നത് ഇവിടെ നിന്നും ടിക്കറ്റ് എടുക്കാനാണ്. ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് പോകുന്നത് ഒരു പാലസ് കാണാനാണ്. 20 രൂപയാണ് ഇന്ത്യക്കാർക്കുള്ള ടിക്കറ്റ് നിരക്ക്. വിദേശികൾക്ക് 250 രൂപയും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ബാംഗ്ലൂരിലുള്ള ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിലാണ്. 200 വർഷത്തിലധികം പഴക്കമുള്ള ടിപ്പു സുൽത്താന്റെ വേനൽക്കാല വസതിയാണ് ഇവിടം. തേക്കിൻ തടികളാൽ നിർമ്മിതമായിട്ടുള്ള ഈ കൊട്ടാരം വളരെ മനോഹരമാണെങ്കിലും ഇപ്പോൾ ഇതിന്റെ ശോചനീയാവസ്ഥ വെളിവാകുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ബാംഗ്ലൂരിലെ KR മാർക്കറ്റിനടുത്തായി ബാംഗ്ലൂർ കോട്ടയുടെ മതിലുകൾക്കുള്ളിലുള്ള ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് ആണിത്. കയറി വരുമ്പോൾ തന്നെ കൊട്ടാരത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങിയ ഈ ഫലകം കാണാം. 1781 ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി നിർമ്മാണം ആരംഭിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ ടിപ്പു സുൽത്താൻ കൊട്ടാരത്തിന്റെ നിർമ്മാണം ഏറ്റെടുക്കുകയും 10 വർഷം കൊണ്ട് 1791 നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തതാണ് ഈ കൊട്ടാരം. ഒറ്റ നില തൂണുകളോടുകൂടിയ കൊട്ടാരമാണെന്ന് തോന്നുമെങ്കിലും ഇത് 2 നിലകളുള്ള ഒരു കൊട്ടാര കെട്ടിടമാണ്. ചതുരാകൃതിയിലുള്ള ഒരു ശിലാ അടിത്തറയിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ മുൻഭാഗം അർദ്ധവൃത്താകൃതിയിലുള്ള കമാനങ്ങളും ആർക്കേഡുകളോടും കൂടി സ്ഥാപിച്ചിരിക്കുന്നു. ഈ തൂണുകളെല്ലാം ഒറ്റ തേക്കിൻ തടി ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത്. മുകളിലേക്ക് കയറാനായി 2 വശത്തു നിന്നും ഗോവണിയുണ്ട്. ഗോവണി കയറി എത്തുമ്പോൾ കാണുന്നത് പച്ചയും ചുവപ്പും സ്വർണ്ണ നിറവും ഒക്കെ ഉപയോഗിച്ച് മനോഹരമായി ചിത്രപ്പണി ചെയ്ത മച്ചുകളും ചുവരുകളുമായുള്ള ഒരു ഹാളാണ്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുശൈലികൾ സമന്വയിപ്പിച്ചാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം. ഈ ബാൽക്കണിയിൽ ഇരുന്നാണ് ടിപ്പു സുൽത്താൻ ദർബാർ കൂടിയിരുന്നതും ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നതും. ഈ കൊട്ടാരത്തിന്റെ തൂണുകളും മേൽക്കൂരയും എല്ലാം തടി കൊണ്ട് നിർമ്മിച്ചവയായതിനാൽ വുഡൻ പാലസ് എന്നും അറിയപ്പെടുന്നു. തേക്കുമരത്തിൽ കൊത്തുപണികൾ ചെയ്ത തേക്കിൻ തൂണുകൾ, മനോഹരമായി ചിത്രപ്പണികൾ ചെയ്ത ചുവരുകൾ, അതിൽ പുതിയ കാലത്തിന്റെ ഛായങ്ങളും കൊടുത്ത് മനോഹാരിത കുറച്ചിട്ടുണ്ട്. സുന്ദരമായ അലങ്കാരപ്പണികൾ ചെയ്തവയായിരുന്നു ഇവിടത്തെ ചുവരുകൾ. ഈ ചുവരുകളിൽ ഒരു കാലത്ത് സ്വർണങ്ങളും വിലപിടിച്ച രത്നങ്ങളും പതിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കൊട്ടാരം ബ്രിട്ടീഷുകാരുടെ കൈകളിൽ എത്തിയപ്പോൾ അവയെല്ലാം ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് കടത്തുകയാണ് ചെയ്തത്. പിതാവിന്റെ മരണശേഷം ആഭ്യന്തര യുദ്ധങ്ങളിലും തുടർന്നുണ്ടായ സാമ്പത്തിക ഞെരുക്കങ്ങളിലും വലഞ്ഞ ടിപ്പു സുൽത്താൻ 10 വർഷമെടുത്ത് ഈ കൊട്ടാരം പൂർത്തിയാക്കാൻ. എന്നാൽ കേവലം 8 വർഷം മാത്രമേ ടിപ്പുവിന് ഈ കൊട്ടാരം ഉപയോഗിക്കാൻ കഴിഞ്ഞുള്ളൂ. ഇതിനകത്ത് വെളിച്ചം കുറവായതിനാൽ വീഡിയോയിലും തെളിമയില്ലാത്ത കാഴ്ചകളാണ് ഉള്ളത്. ടിപ്പു സുൽത്താന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച സ്വർണ്ണ ഷീറ്റുകൾ കൊണ്ട് പൊതിഞ്ഞതും വിലയേറിയ മരതക കല്ലുകൾ കൊണ്ട് അലങ്കരിച്ചതുമായ ഒരു സിംഹാസനവും ഇവിടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് സൈന്യത്തെ പൂർണ്ണമായും പരാജയപ്പെടുത്തുന്നതുവരെ ടിപ്പു ഇതൊരിക്കലും ഉപയോഗിക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തു. എന്നാൽ ആ സിംഹാസനം ടിപ്പുവിന് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. 1799 മെയ് മാസം 4-ാം തീയതി ബ്രിട്ടീഷുകാർ ഹൈദരാബാദ് നിസാമിന്റെ പിന്തുണയോടെ 1 മാസത്തെ ഉപരോധത്തിനു ശേഷം ടിപ്പുവിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണം ആക്രമിച്ച് പിടിച്ചെടുക്കുകയും ടിപ്പുവിനെ വധിക്കുകയും ചെയ്തു. ബാംഗ്ലൂർ കോട്ടയും കൊട്ടാരവും പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർ അമൂല്യ നിധികൾ ഇംഗ്ലണ്ടിലേക്ക് കടത്തുകയും
ടിപ്പുവിന്റെ സിംഹാസനം പൊളിച്ച് അതിന്റെ ഭാഗങ്ങൾ ലേലം ചെയ്യുകയും ചെയ്തു. കാരണം അത് ഒരാൾക്ക് മുഴുവനായും വാങ്ങാൻ കഴിയാത്തത്ര ചെലവേറിയതായിരുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഈ കൊട്ടാരം. മേൽക്കൂരയുടെ തടികൾ കാലപ്പഴക്കം കാരണം നശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ചുവരുകളിലെ പെയിന്റിങ്ങും മങ്ങിയിരിക്കുന്നു. അതിൽ പുതിയ പെയിന്റിങ് ചെയ്യാൻ ശ്രമിച്ച് വികൃതമാക്കിയിരിക്കുകയാണ്. ഇവിടെയാണ് എണ്ണ വിളക്കുകൾ സ്ഥാപിച്ചിരുന്നത്. ഈ മുകളിലുള്ള ഭാഗത്ത് വിളക്കിലൊഴിക്കാനുള്ള എണ്ണയും മറ്റും സൂക്ഷിച്ചിരുന്നു. മുകളിലുള്ള കെട്ടിട ഭാഗത്തേക്കും ബാൽക്കണികളിലേക്കും എത്താൻ കെട്ടിടത്തിന്റെ 4 ഭാഗത്തായുള്ള പടികളിലൂടെ പ്രവേശിക്കാം. 1-ാം നിലയിലെ മധ്യഭാഗം അതിന്റെ കോണുകളിലുള്ള 4 ചെറിയ മുറികളിലേക്ക് നയിക്കുന്ന വലിയൊരു ഹാളാണ്. 1-ാം നിലയുടെ കോണുകളിൽ സെനാന ക്വാർട്ടേഴ്സ് എന്ന പേരിൽ ചെറിയ മുറികളുണ്ട്. താഴത്തെ നിലയിലെ മുറികൾ ടിപ്പു സുൽത്താന്റെയും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെയും വിവിധ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു ചെറിയ മ്യൂസിയമായി പ്രവർത്തിക്കുകയാണ്. അവിടെ വീഡിയോഗ്രാഫി അനുവദിക്കില്ല. അക്കാലത്തെ ആളുകളുടെയും സ്ഥലങ്ങളുടെയും ഛായാചിത്രങ്ങളും അവിടെ കാണാൻ കഴിയും. ഇന്ത്യയുടെ പൈതൃക സ്മാരകങ്ങളുടെ ഫോട്ടോ പ്രദർശനമാണിത്. ടിപ്പുവിന്റെ മരണശേഷം ബ്രിട്ടീഷ് ഭരണകൂടം ഈ കൊട്ടാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദക്ഷിണേന്ത്യയിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായി ഇവിടം ഉപയോഗിച്ചു. 1868 ഇപ്പോഴുള്ള ബാംഗ്ലൂർ ഹൈക്കോടതി കെട്ടിടം സ്ഥാപിച്ച് അങ്ങോട്ട് മാറുന്നതുവരെയുള്ള പ്രവർത്തനം ഇവിടെയായിരുന്നു. പേർഷ്യൻ ഭാഷയിൽ രചിച്ച ഒരു ശിലാഫലകം ആണിത്. സ്വർഗത്തേക്കാൾ സുന്ദരമായ ആനന്ദത്തിന്റെ വാസസ്ഥലം ആണെന്നാണ് ടിപ്പു സുൽത്താൻ ഈ കൊട്ടാരത്തെ ഇതിൽ നിർവചിച്ചിരിക്കുന്നത്. ഇത് അന്നത്തെ കാലത്തെ ഒരു വാട്ടർ ഫൗണ്ടൻ ആണ്. വേൾഡ് ഹെറിറ്റേജ് ഡേയുടെ അന്ന് ഇവിടത്തെ പ്രവേശനം സൗജന്യമാണ്. എണ്ണൂറ് വർഷം പഴക്കമുള്ള ഹൊയ്സാല മാതൃകയിലുള്ള ഒരു വിഘ്നേശ്വര പ്രതിമയാണിത്.
കൊട്ടാരത്തിന് പുറത്തുള്ള കാഴ്ചകൾ ഇതാണ്. ഇതിനകത്തോട്ടൊന്നും സന്ദർശകർക്ക് പ്രവേശനമില്ല. കാലപ്പഴക്കം ചെന്ന തൂണുകൾ ഇവിടെ മാറ്റിയിട്ടിരിക്കുന്നു. കൊട്ടാരത്തിന്റെ കാലപ്പഴക്കം വന്ന് നിലം പൊത്താറായ മേൽക്കൂരയ്ക്ക് ഇരുമ്പ് കമ്പി കൊണ്ട് താങ്ങ് കൊടുത്ത് നിർത്തിയിരിക്കുന്നതായി കാണാം. നമ്മുടെ ഓരോ പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കുറച്ചു ഭാഗങ്ങൾ മാത്രം സന്ദർശകർക്കായി തുറന്നു കൊടുക്കും. പകുതിയിലേറെ ഭാഗം ഇതുപോലെ കാലപ്പഴക്കം കാരണം അടച്ചിട്ടിരിക്കും. ഇത് നവീകരിച്ച് സന്ദർശകർക്ക് ഇനി ഏതെങ്കിലും കാലത്ത് ഏറെ പ്രാധാന്യമുള്ള ഈ കൊട്ടാര കെട്ടിടം ആർക്കെങ്കിലും കാണാൻ സാധിക്കുമോ? സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് കമന്റ് ചെയ്യണേ. കൊട്ടാരത്തിന്റെ മുൻഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ട്. കൊട്ടാരം നിർമ്മിക്കുന്നതിന് മുൻപേയുള്ള കോട്ടെ വെങ്കിട്ടരമണ ക്ഷേത്രമാണിത്. 1689 ദ്രാവിഡ ശൈലിയും വിജയനഗര ശൈലിയിലും അന്നത്തെ മൈസൂർ ഭരണാധികാരിയായിരുന്ന ചിക്കദേവരാജ വോഡയാർ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കർണാടക സർക്കാരിന്റെ ഹോർട്ടിക്കൾച്ചർ വകുപ്പ് കൊട്ടാരത്തിന് മുന്നിലുള്ള സ്ഥലം മനോഹരമായ ഉദ്യാനമായി പരിപാലിക്കുന്നു.